രാജ്യം വലിയ രീതിയിൽ ഉറ്റുനോക്കിയ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിൻ്റെ ഫലം പുറത്തു വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വലിയൊരു അസ്വാഭാവികത കാണുകയാണ്. ഇന്നിപ്പോൾ യോഗം ചേർന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തന്നെ അസ്വാഭാവികത മാത്രമല്ല, വലിയൊരു അട്ടിമറി കൂടി അതിലുണ്ട്, പരിശോധന നടത്തി അത് തെളിയിക്കുമെന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ്. സത്യത്തിൽ അതൊരു ആരോപണം മാത്രമാണോ, അതുള്ളതാണോ? പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പറയുന്ന പ്രസ്താവനകളെ അത്രമേൽ സീരിയസ് ആയിട്ട് ഒരുപക്ഷെ ഇന്ത്യൻ ജനത മുഖവിലക്കെടുക്കാൻ സാധ്യതയില്ല. പക്ഷേ അസത്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ അന്തിമ വിജയത്തിനിടയിൽ ഇത്തരം അപമാനങ്ങൾ തുടർച്ചയായി ശ്രീ രാഹുൽ ഗാന്ധിക്കും അദ്ദേഹം നായകത്വം നൽകുന്ന മുന്നണിക്കും പാർട്ടിക്കും തുടർച്ചയായി നേരിടേണ്ടി വരും. ബീഹാറിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യൻ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ശ്രീ കെ സി വേണുഗോപാൽ സൂചിപ്പിച്ച ഇന്നത്തെ മാധ്യമ സമ്മേളനത്തിൽ ഒരു വാക്ക്, അതായത് സ്ട്രൈക്ക് റേറ്റ്, ജനാധിപത്യത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 1984 ഇന്ദിരാഗാന്ധി മരിച്ചതിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും 90% മുകളിൽ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്രയധികം ജനങ്ങൾ ഒന്നടങ്കം വന്ന് ഭാരതീയ ജനതാ പാർട്ടിക്കും അതുപോലെ തന്നെ ജനതാദൾ യുണൈറ്റഡിനും എൻ ഡി എ സഖ്യത്തിനും വോട്ട് രേഖപ്പെടുത്താനുള്ള എന്ത് സാഹചര്യമാണ് ബീഹാറിൽ ഉണ്ടായത് എന്നുള്ളൊരു ചോദ്യം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മുന്നിലുണ്ട്. വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നടത്തിയ ഐതിഹാസികമായ 16 ദിവസം നീണ്ടുനിന്ന സമരപോരാട്ടങ്ങൾ, പദയാത്രകൾ, ജാഥകളെല്ലാം ബീഹാറിനെ ഇളക്കി മറിച്ചു എന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞതാണ്. അതവിടെ നിൽക്കുന്നു. അതുപോലെ തന്നെ വോട്ട് ചോരിക്കെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ, പ്രത്യേകിച്ച് SIR വഴി വോട്ടിൻ്റെ പെർസെൻറ്റേജിൽ വലിയ വ്യത്യാസമുണ്ടാക്കി. 65 ലക്ഷം മുതൽ 90 ലക്ഷം വരെ വോട്ടർമാരെ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയധികം വോട്ടർമാരെ ഇതിൽ നിന്ന് ഇല്ലാതാക്കി എന്നൊക്കെ പറയുന്ന അപകടകരമായിട്ടുള്ള സ്ഥിതി അവിടെ നിൽക്കുന്നു. ഹരിയാനയിലെ 25 ലക്ഷം വോട്ടർമാരുടെ കള്ളക്കഥകൾ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അവതരിപ്പിച്ചതിന് ശേഷവും ഇലക്ഷൻ കമ്മീഷൻ ഒരക്ഷരം മിണ്ടിയില്ല. ഇലക്ഷൻ കമ്മീഷനും BJPയും ചേർന്ന് ബീഹാറിൽ നടത്തിയ ജനാധിപത്യ വിരുദ്ധ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വിജയമാണ് ഇത് എന്ന് ആധികാരികമായി ഇന്ത്യൻ ജനാധിപത്യത്തിന് പറയാൻ സാധിക്കണം. അങ്ങനെ പറയാൻ സാധിക്കാതെ പോയാൽ ഇന്ത്യൻ ജനാധിപത്യം അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തും. അപ്പം നമ്പർ 1. നമ്പർ 2 എന്താണ്? ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപ് 10,000 രൂപ മുഴുവൻ സ്ത്രീകൾക്കും നൽകുക എന്ന് പറയുന്നത് ഏത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്? ഇത്രയും വർഷം അല്ല, ഇപ്പോൾ നിതീഷ് കുമാറിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം 20 വർഷത്തിലധികമായി അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൻ്റെ 2 ആഴ്ചകൾക്ക് മുൻപ്, പ്രഖ്യാപനം വരുന്നതിന് മുൻപ് 10,000 രൂപ വെച്ച് നൽകുക. ബീഹാറിനെ സംബന്ധിച്ചിട്ട് ഈ 10,000ൻ്റെ വാല്യൂ നമ്മൾ അറിയണം. അവിടുത്തെ ശരാശരി ഒരാളുടെ വരുമാനം, പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് 5,060 രൂപയാണ്. ഈ 5,060 രൂപ പ്രതിശീർഷ വരുമാനമുള്ള ഒരു സ്ഥലത്താണ് 10,000 രൂപ നൽകുന്നത്. അപ്പം നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഇതിപ്പോൾ തമിഴ്നാടായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 36,000 രൂപയാണ്. അപ്പം തമിഴ്നാട്ടിലെ ഒരാൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുൻപ് 36,000 രൂപ ഒരാൾ നൽകുന്നു എന്ന് പറഞ്ഞാൽ അത് ചെറിയ വാർത്തയാണോ? ഇനി ഈ ക്ഷേമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇത്രയും വലിയൊരു സംഖ്യ അവിടെ നൽകി. ആ സംഖ്യ നൽകി എന്ന് മാത്രമല്ല, അതിനുശേഷം നടത്തിയ പ്രചരണമാണ് അതിനേക്കാളും അപകടം. ഭയപ്പെടുത്തി, സാധാരണ ജനങ്ങളെ ഭയപ്പെടുത്തി. എന്താണ് ഭയപ്പെടുത്തിയത്? ഈ തെരഞ്ഞെടുപ്പിൽ BJPയും നിതീഷ് കുമാറും അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന 10,000 രൂപ പലിശ സഹിതം തിരിച്ചടക്കേണ്ടി വരുമെന്ന് സാധാരണക്കാരായ വോട്ടർമാരോട്, അതായത് 7.12 കോടി ജനങ്ങളോട് വളരെ പച്ചയായി പറയുകയാണ്. അപ്പം ഭയം, ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന മക്കി,
അതിനോടൊപ്പം തന്നെ ജനാധിപത്യത്തെ വോട്ടിംഗ് മേഖലയിൽ അട്ടിമറിക്കുന്ന ശ്രമം, ഇത് മൂന്നും ചേർത്ത ഒരു പുതിയ പൊളിറ്റിക്കൽ സ്റ്റൈലാണ് യഥാർത്ഥത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയും നിതീഷ് കുമാറിനെക്കാളും ഇതിനകത്ത് ഈ സംഭവങ്ങളെല്ലാം ചെയ്തിരിക്കുന്ന BJP ആണ്. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ചെയ്തത് അവർ ചെയ്തിരിക്കുന്നെന്ന്. ഇതാണ് യഥാർത്ഥത്തിൽ ബീഹാറിൽ നടന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കുറ്റം പറഞ്ഞതുകൊണ്ടൊന്നും കാര്യം, ഇതാണ് യഥാർത്ഥത്തിൽ നടന്നത്. ഈ RJD ഏറ്റവും വലിയ കക്ഷി അല്ലെങ്കിൽ ഒറ്റകക്ഷിയാകുമെന്ന് അവസാന നിമിഷം വരെ പറഞ്ഞിരുന്നു. കോൺഗ്രസിൻ്റെ തകർച്ച മാത്രമായിരുന്നുവെങ്കിൽ RJDയും തകരില്ലായിരുന്നു. RJD ആ മണ്ണിൻ്റെ ഊരും ചൂരും ഏറ്റുവാങ്ങിയ ഒരു പാർട്ടിയാണ്. ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയാണ്. യാദവ സമൂഹത്തിൻ്റെ എല്ലാ പിന്തുണയുമുള്ള, അതുപോലെ മുസ്ലിം വിഭാഗത്തിൻ്റെ പിന്തുണയുമുള്ള ഒരു പാർട്ടിയാണ്. അങ്ങനെയുള്ള ആ പാർട്ടി കൂടി ഇതിനൊപ്പം തകരുമ്പോൾ, യഥാർത്ഥത്തിൽ BJPയും JDUവും മാത്രം വിജയിക്കുമ്പോൾ അതിൽ വലിയൊരു അസ്വാഭാവികത മാത്രമല്ല, അതിലൊരു അട്ടിമറിയാണ്. 100% അട്ടിമറിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഇന്ത്യൻ ജനത, പ്രത്യേകിച്ച് കേരളത്തിലെ മിനിമം കമ്മ്യൂണിസ്റ്റുകാരെങ്കിലും അത് മനസ്സിലാക്കണമെന്നാണ് ഒരു മലയാള മാധ്യമത്തിന്റെ മുമ്പിലിരുന്ന് എനിക്ക് കമ്മ്യൂണിസ്റ്റുകാർക്കാണല്ലോ ഇപ്പോൾ ഞാനിപ്പോൾ നോക്കുമ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നവമാധ്യമങ്ങളിലായാലും ഒറ്റ BJPക്കാരൻ്റെയും പേജിൽ നമ്മൾ കാണുന്നില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന സൈബർ ഇടങ്ങളിലാകെ കോൺഗ്രസിനെ തകർക്കുന്ന പ്രസ്താവന വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയേണ്ടത്, അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിച്ചവരാണ്. അവിടെ CPMൻ്റെ സീറ്റ്, അവർക്ക് കിട്ടിയ 4 സീറ്റ് തകർന്ന് 1 സീറ്റായി മാറി. CPIയുടെ സീറ്റ് പൂജ്യമായിട്ട് മാറി. ഈ മാറിയതിനോടൊപ്പം കോൺഗ്രസിന്റെ സീറ്റ് 19 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് 6 സീറ്റിലേക്ക് ഒതുങ്ങി. അതുപോലെ തന്നെ തേജസ്വി യാദവിന്റെ പാർട്ടിക്ക് ടോട്ടൽ 77% വോട്ടിന്റെ കുറവാണ് ഒരു മുന്നണിക്ക് സംഭവിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. ഇത്രയും വലിയൊരു സ്ട്രൈക്ക് റേറ്റിലേക്ക് BJP എത്തിക്കാനുള്ള ഏതു രാഷ്ട്രീയ കാലാവസ്ഥയാണ് ബീഹാറിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഇത് നമ്മൾ വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്യണം. ചർച്ച ചെയ്ത് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ഇന്ത്യയിലെ മുന്നണി രാഷ്ട്രീയം ഒരുമിച്ച് നിൽക്കണം. നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്താ, ഇത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മഹാനായ സത്യസന്ധനായ ഒരു മനുഷ്യൻ നടത്തുന്ന ഒറ്റയാൾ പോരാട്ടമാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചാൽ ഉടനടി ഇന്ത്യ ആകെ ആക്രമിക്കപ്പെടുന്നത് ഒരു മനുഷ്യൻ മാത്രമാണ്. എന്തൊരു വിരോധാഭാസമാണ് ഈ രാജ്യത്തിനകത്ത് നടക്കുന്നത്. ഒരു തവണ മന്ത്രിയാവാൻ ഇന്നേ വരെ തയ്യാറാകാത്ത, അധികാര കേന്ദ്രത്തിൻ്റെ 4 അയലത്തിൽ പോലും കോൺഗ്രസ് അധികാരത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് പോലും തയ്യാറാകാത്തൊരു മനുഷ്യൻ ഐതിഹാസികമായ ജനാധിപത്യ സംരക്ഷണ പോരാട്ടം, ഭരണഘടനാ സംരക്ഷണ പോരാട്ടം ഇന്ത്യയുടെ മണ്ണിൽ നടത്തുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ നേർക്ക് പാകുകയാണ്. നമ്മൾ ബീഹാറിൽ എന്താ കോൺഗ്രസിന് റോളുള്ളത്? കഴിഞ്ഞ 35 വർഷത്തെ ചരിത്രം ബീഹാറിൽ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ ജാതി രാഷ്ട്രീയവും മതരാഷ്ട്രീയവും തമ്മിലുള്ള പോരാണ്. മതരാഷ്ട്രീയം എന്ന് പറയുന്നത് BJPയുടെയും RSSൻ്റെയും രാഷ്ട്രീയമാണ്. 2 ജനതാ പാർട്ടികളായി കഴിഞ്ഞാലും ആ ജനതാദൾ എന്ന് പറയുന്നത് ജാതി രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണ്. അവിടെ മതേതരത്വത്തിൻ്റെ ഇതിഹാസ തുല്യമായിട്ടുള്ള ഒരു ഗാഥ കാലഘട്ടങ്ങളായി രചിച്ചിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു പ്രസക്തിയുമില്ല. പക്ഷെ രാഹുൽ ഗാന്ധി ചെയ്തതെന്താ? BJPയെ മുട്ടുകുത്തിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാർ. കാരണം എന്താ? നിതീഷ് കുമാറിൻ്റെ പിൻബലത്തിലാണ് ഇന്ത്യ രാജ്യം ഇപ്പോൾ നരേന്ദ്രമോദി ഭരിക്കുന്നത്. ആ നിതീഷ് കുമാറിനും BJPക്കും ഒരു പരാജയം ഉണ്ടാക്കി കൊടുക്കാൻ ബീഹാറിൽ സാധിച്ചാൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആകെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്ന് രാഹുൽ ഗാന്ധി ചിന്തിച്ചു. ഇന്ന് ഈ സൈബർ ഇടങ്ങളിലാകെ രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുന്ന CPMൻ്റെ സഖാക്കളോടും സൈബർ സഖാക്കളോടും ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, എന്തേ നിങ്ങളുടെ മുഖ്യമന്ത്രി ബീഹാറിൽ പോയില്ല? പോളിറ്റ് ബ്യൂറോ അംഗമാണ് അദ്ദേഹം. പോളിറ്റ് ബ്യൂറോ അംഗമാണ്. ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഭരണത്തിലുള്ള ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ആ സ്ഥാനാർത്ഥികൾക്ക് ദയനീയമായ പരാജയം സംഭവിച്ചു. ആകെ 2 സീറ്റുകളിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നത്. അത് CPM 1 സീറ്റിലാണ് മത്സരിച്ച് CPIML ഉണ്ട്, CPI ഉണ്ട്, CPM ഉണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയം അതിശക്തമായി കോൺഗ്രസിൻ്റെ കൂടെ മത്സരിക്കുന്ന ബീഹാറിൻ്റെ മണ്ണിലേക്ക് വിമാനം കയറി ഒന്ന് പോയി ഏതെങ്കിലും ഒരു യോഗത്തിൽ പ്രസംഗിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് സാധിക്കേണ്ടിയിരുന്നില്ല. നമ്മൾ ഓർമ്മിക്കേണ്ടത് കർണാടകത്തിലെ ഒരു തെരഞ്ഞെടുപ്പ്. ആ കർണാടകത്തിലെ തെരഞ്ഞെടുപ്പിൽ ആരാ മത്സരിക്കുന്നത്? BJPയും കോൺഗ്രസ്സാണ്. അവിടെ കോൺഗ്രസിനെതിരെയുള്ള പ്രചരണത്തിന് വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോയിട്ടുണ്ട്. പക്ഷെ ബീഹാറിൽ BJPയെയും ഇന്ത്യ മുന്നണിയും തമ്മിൽ പരസ്പരം മത്സരിക്കുമ്പോൾ, CPMും കോൺഗ്രസും ഒരു ചേരിയിൽ നിന്ന് ഒരുമിച്ച് മത്സരിക്കുമ്പോൾ അവിടെ
ഒരു പ്രചരണ യോഗത്തിന് പോകാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായില്ല. അത് മാത്രമല്ല, അദ്ദേഹം വിദേശ പര്യടനത്തിന് പോയി എന്നുള്ളതാണ്. അങ്ങനെ പറയുന്ന CPM-നെ സംബന്ധിച്ച് എന്ത് BJP വിരോധമാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പറയാനുള്ളത്? അത് യഥാർത്ഥത്തിൽ ബീഹാറിൽ നമ്മൾ കണ്ട ഒരു കാര്യമാണ്. ബീഹാറിൽ വിലയിരുത്തേണ്ട, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മിനിമം പ്രവർത്തകരെങ്കിലും വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. ഒരു പക്ഷേ നരേന്ദ്രമോദി എന്ന വാക്ക് ചിലപ്പോൾ ഉച്ചരിക്കേണ്ടി വരും. ഇതുവരെ രാജ്യത്തെടുത്തു നോക്കിയാൽ നരേന്ദ്രമോദി എന്ന പേര് എതിർക്കാൻ വേണ്ടി ഉച്ചരിക്കാത്ത ഒറ്റ മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ. അത് പിണറായി വിജയനാണ്. ആ പിണറായി വിജയന് ബീഹാറിൽ പോയി നരേന്ദ്രമോദി നയിക്കുന്ന NDA-ക്കെതിരെ സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സത്യം. 100% അത് തന്നെയാണ് സത്യം. അതിലേക്ക് തന്നെയാണ് CPM പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ കാലമായി BJP വിരുദ്ധതയുടെ കാര്യത്തിൽ നിസ്സംഗത വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്ന CPM അതിൻ്റെ യഥാർത്ഥ അണികൾ, കമ്മ്യൂണിസത്തെ സ്നേഹിക്കുന്ന BJP വിരുദ്ധത കൈയാളുന്ന അണികൾ ഈ ഒരു ഘട്ടത്തിൽ ഒരു പുനർവിചിന്തനത്തിന്, അന്ധമായിട്ടുള്ള അടിമകളായി പ്രവർത്തിക്കുന്നതിന് പകരമുള്ള ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകണം. നമ്മൾ ഓർമ്മിക്കേണ്ടത് ബീഹാറിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സീമാഞ്ചൽ അല്ലെ. പവിക്കറിയാലോ എന്താ ഇതിന്റെ പ്രത്യേകത? ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. ആ ഭൂരിപക്ഷ പ്രദേശത്തിൽ പോലും BJPക്ക് നേട്ടമുണ്ടായി. അതുപോലെ തന്നെ ഉവൈസിയുടെ പാർട്ടി നേട്ടമുണ്ടാക്കി. എന്ന് പറഞ്ഞാൽ ഉവൈസി നിൽക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇന്ത്യ മുന്നണി വിജയിപ്പിക്കാനല്ല. ഉവൈസി പക്ക ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ടിംഗ് ഏജന്റാണ്. BJP അധികാരത്തിലെത്തിക്കാനുള്ള വോട്ടിംഗ് ഏജന്റാണ് എന്ന് പകൽ പോലെ വ്യക്തമാകുന്നതാണ് സീമാഞ്ചൽ മേഖലയിലെ ഈ അപകടകരമായിട്ടുള്ള പ്രവണത. അവിടെ മുസൽമാന് പോലും ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള അവസ്ഥയെ തകർക്കാൻ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജന്റായി, ഒരായുധമായി ഉവൈസി പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടു. ന്യൂനപക്ഷങ്ങളെ ഒറ്റുകൊടുത്തു, യഥാർത്ഥത്തിൽ ഒറ്റുകൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ന്യൂനപക്ഷ വിഭാഗം നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാൽ മാത്രമേ ഇന്ത്യയിൽ ഇനിയൊരു രാഷ്ട്രീയത്തിന് ബലമുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. പല ആളുകളും പല ആവർത്തി രാഹുൽ ഗാന്ധിയോട് ഉപദേശിച്ചൊരു കാര്യമാണ്, ഭൂരിപക്ഷ മത രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കൂ, നിങ്ങൾക്ക് അധികാരത്തിലേക്ക് വരാം, എന്നിട്ട് BJPക്ക് ബദലാവും. പക്ഷേ അവിടെയെല്ലാം രാഹുൽ ഗാന്ധി കാണിക്കുന്ന ഒരു ധീരത കേരളത്തിലെ മുസ്ലിം സമുദായം എടുത്തു കാട്ടി ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം ഭൂരിപക്ഷ വർഗീയതയെ എതിർത്തു എന്ന് മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ അധസ്ഥിത വിഭാഗങ്ങൾ, ദളിതന്മാർ, OBC, EBC തുടങ്ങിയിട്ടുള്ള സകല വിഭാഗങ്ങളെയും ചേർത്ത് മുന്നോട്ട് പോകുന്ന ഒരു അമാനുഷിക ശക്തി വൈഭവമായി രാഹുൽ ഗാന്ധി മാറി. ആ രാഹുൽ ഗാന്ധിയെ ദയവ് ചെയ്ത് കല്ലെറിയരുത്. നിങ്ങൾ എറിയുന്ന ഓരോ കല്ലുകളും ഇന്ത്യൻ ജനാധിപത്യത്തിന് നേരെയുള്ള കല്ലേറാണ്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നേരെയുള്ള കല്ലേറാണ്. ഈ മനുഷ്യൻ്റെ ശക്തി എവിടെയെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ, ഈ മനുഷ്യൻ അനാഥനായി മാറേണ്ടി വന്നാൽ, അത് ഇന്ത്യൻ ജനാധിപത്യം അനാഥത്വത്തിലേക്ക് പോകുന്ന നാളുകളുടെ തുടക്കമായിരിക്കും എന്ന് ഈ ലോകം തിരിച്ചറിയണം, ഈ രാജ്യം തിരിച്ചറിയണം. അതാണ് ബീഹാറിൽ. അതുകൊണ്ട് ബീഹാറിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റു. കോൺഗ്രസിന് എവിടെയും തോൽക്കാൻ അവിടെ സ്പേസ് ഇല്ല. കോൺഗ്രസ്, ഞാൻ ചോദിക്കുന്നത്, 79 സീറ്റിലായിരുന്നു കഴിഞ്ഞ തവണ കോൺഗ്രസ് മത്സരിച്ചത്. ഇത്തവണ അത് 54 60 സീറ്റ് കൊടുത്തു. സീറ്റിൽ അവിടെ സൗഹൃദ മത്സരം എന്ന് വന്നു. അവിടെ 6 സീറ്റിൽ കോൺഗ്രസിന് ജയിക്കാൻ പറ്റുന്ന സീറ്റായിരുന്നു. അവിടെ സൗഹൃദ മത്സരം. ബാക്കി 54 സീറ്റിൽ നിന്നാണ് കോൺഗ്രസ് 6 സീറ്റ് നേടിയത്. അവിടെ കോൺഗ്രസിന് പ്രത്യേകിച്ചിട്ട് ഒരു ഇമ്പോർട്ടൻസും സത്യത്തിൽ ബീഹാർ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ തേജസ്വിയെ പോലെ പല ഘട്ടത്തിലും കോൺഗ്രസിൻ്റെ ശത്രുപാളയത്തിൽ നിലയുറപ്പിച്ച ലല്ലു പ്രസാദ് യാദവിൻ്റെ ഒരു പാർട്ടിയെ അധികാരത്തിലെത്തിച്ച് BJPയെ തകർക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. പക്ഷേ ഇപ്പം മുഴുവൻ പാപഭാരവും ഒരു മനുഷ്യൻ്റെ തലയിലേക്ക് കൊണ്ടുവയ്ക്കാൻ ശ്രമിക്കുന്ന ഈ നീചമായ കാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കും എന്ന് മാത്രമേ എനിക്ക് വൈകാരികമായിട്ട് ഇപ്പോൾ പറയാനുള്ളൂ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വലിയ ഒരു അട്ടിമറി സംശയിക്കുന്നു എന്ന് AICC തീരുമാനമെടുത്തു. യോഗം അങ്ങനെയാണ് തീരുമാനിച്ചത്. അതിനുശേഷം ഒരു നിയമയുദ്ധത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ തവണ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും പറഞ്ഞത് 45 ദിവസത്തിനുള്ളിൽ പരാതി ഉന്നയിച്ചില്ല എങ്കിൽ അത് പരാതിക്ക് പ്രസക്തിയില്ല എന്നുള്ളതാണ്. അതായത് 46ാമത്തെ ദിവസം പുലരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എടുത്ത് കത്തിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത്. കാരണം ഒരു നിമിഷം പോലും ബാക്കി വെക്കാൻ തെളിവൊന്നുമില്ലാത്ത രീതിയിൽ. അങ്ങനെ ആ തെളിവ് നശിപ്പിക്കുന്നതിന് മുൻപ്, 45 ദിവസം ആകുന്നതിന് മുൻപ് കോൺഗ്രസ് നിയമ പോരാട്ടത്തിൽ വിജയിക്കാൻ കഴിയുമോ?
വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം കോടതിയാണ്, കോടതിയുടെ മുമ്പിലേക്ക് വരുന്ന വിഷയമാണ്, വിശാലമായ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൻ്റേതായിട്ടുള്ള സാവകാശം സ്വാഭാവികമായും കോടതി കാണിച്ചേക്കാം. ഇപ്പം നമുക്കറിയാമല്ലോ, ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു 5-10 വോട്ടിനാണെങ്കിൽ പോലും അതിൻ്റെ ഒരു വിധി നിർണ്ണയം വരുന്ന 5 വർഷം കഴിയുമ്പോഴൊക്കെ ആയിരിക്കും. എത്രയോ തെരഞ്ഞെടുപ്പുകൾ, എടക്കാട്ട് ശ്രീ കെ സുധാകരനെ പോലെയുള്ള ഒരാൾ അട്ടിമറി വിജയം നേടിയതുപോലെ 1, 2, 3 ഉദാഹരണങ്ങൾ മാത്രമേ കേരളത്തിൽ പോലും പറയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ 45 ദിവസത്തിനുള്ളിൽ CCTV ഫൂട്ടേജ് എങ്കിലും അവിടെ സൂക്ഷിക്കണം എന്നു പറയുന്ന കാര്യത്തിൽ കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചാൽ അത് വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം സുപ്രീം കോടതിക്ക് പോലും മനസ്സിലായിട്ടുണ്ട്. അതാണ് സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന നമ്മുടെ ന്യായാധിപന്മാർക്ക് ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കണം എന്ന മഹത്തായ ഒരു തോന്നൽ അവരുടെ മനസ്സിനകത്ത് ആഴത്തിൽ പതിപ്പിക്കാൻ സാധിച്ചാൽ ഒരു തർക്കവും വേണ്ട. ഈ 45 ദിവസത്തിനുള്ളിൽ ഒരു ഓർഡറെങ്കിലും സുപ്രീം കോടതിക്ക് ഇറക്കാൻ വേണ്ടി പറ്റും ഈ CCTV ഫുട്ടേജ്. പക്ഷേ നമ്മൾ അറിയേണ്ട കാര്യം, ബീഹാറിലെ ഒട്ടുമിക്ക വോട്ടിംഗ് കേന്ദ്രങ്ങളിലും ഇത്തവണ ഇലക്ഷൻ കമ്മീഷൻ CCTV വെച്ചില്ല. കാരണം ഈ CCTVക്ക് ചോദിക്കും എന്നുള്ളത് കൊണ്ട് CCTVയേ ഇല്ല. CCTV ഉണ്ടെങ്കിലല്ലേ ഇതിന്റെ ഫുട്ടേജിന് ചോദിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ആ രീതിയിലൊക്കെ ഇലക്ഷൻ കമ്മീഷനും ഭാരതീയ ജനതാ പാർട്ടിയും ഒരുമിച്ച് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം ആരംഭിച്ചു എന്ന് വളരെ വേദനയോടെ ദുഃഖത്തോടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സമയമാണിത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിശകലനം നടക്കുന്ന സമയത്ത് ദില്ലിയിൽ AICC ഓഫീസിൽ കോൺഗ്രസ് ഇതൊരു അട്ടിമറിയാണ് എന്ന് കണ്ടെത്തുന്ന സമയത്ത് കർണാടകത്തിൽ ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നു. അതായത് ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് വോട്ട് ചോരിയിൽ പങ്കെടുത്തു അല്ലെങ്കിൽ വോട്ട് ചോരിക്ക് നേതൃത്വം നൽകി, വോട്ട് മോഷണത്തിന് നേതൃത്വം നൽകി എന്ന് പറയുന്ന ഒരാളെ ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അത് കർണാടക പോലീസിൻ്റെയും കർണാടക സർക്കാരിൻ്റെയും നിയന്ത്രണത്തിലുള്ള ഒരു അന്വേഷണമായതുകൊണ്ട് സത്യസന്ധത അവിടെ വെളിപ്പെടുകയാണ്. അപ്പോൾ സത്യത്തിൽ ബീഹാറിലും ഒരുപക്ഷെ അത് തന്നെയായിരിക്കും നടന്നത് എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി തുടർച്ചയായി ഇങ്ങനെ വോട്ട് ചോരിക്കെതിരെ, വോട്ട് മോഷണത്തിനെതിരെ തെളിവ് സഹിതം പറഞ്ഞു നടക്കുന്നു. അപ്പോൾ അങ്ങനെ ഇല്ല എങ്കിൽ ഒരു കേസ്, ഒരു മാനനഷ്ട കേസ് പോലും രാഹുൽ ഗാന്ധിക്കെതിരെ കൊടുക്കേണ്ടതല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? ഹരിയാന ആദ്യത്തെ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശവിരുദ്ധ പ്രസ്താവന പോലും നടത്തി. കാരണം രാഹുൽ ഗാന്ധിയെ ഒരു ദേശസ്നേഹമില്ലാത്ത ഒരാളായിട്ട് പോലും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു പില്ലറായി പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ തയ്യാറായി എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അതിൽ നിന്ന് ഹരിയാനയിലെ 25 ലക്ഷത്തിൻ്റെ ട്രോളി ബാഗുമായി വന്ന് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരെ പ്രതികരിച്ചില്ല. ഇത്രയും വലിയ അപകടകരമായിട്ടുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ തെളിവ് ഈ പൊതു സമൂഹത്തിൻ്റെ മുമ്പിൽ, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മുമ്പിൽ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചതിനെതിരെ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല, ഒരു നോട്ടീസ് അയച്ചിട്ടില്ല, അതല്ലെങ്കിൽ ഒരു മാനനഷ്ട കേസ് കൊടുത്തിട്ടില്ല, ഒരു കാര്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുന്നിൽ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. ആ അജണ്ട ബീഹാറിലെ തെരഞ്ഞെടുപ്പായിരുന്നു. ഇപ്പം നിങ്ങൾ കേരളത്തിൽ നോക്കൂ. കേരളത്തിൽ ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയെ വോട്ട് ചോറിയുടെ പേരിൽ ഈ വോട്ട് ചോറി എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ഒരു തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ വാക്ക് ആവർത്തിച്ചിട്ടില്ല. MK സ്റ്റാലിൻ അത് ആവർത്തിച്ചു, അതുപോലെ തന്നെ മമതാ ബാനർജി അത് ആവർത്തിച്ചു. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന 10-23 രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെല്ലാം രാഹുൽ ഗാന്ധിയുടെ വാർത്തകളും രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യങ്ങളും ആവർത്തിച്ചപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രം ആ നാവിൽ നിന്ന് മാത്രം ഇന്നേ വരെ നമുക്ക് വോട്ട് ചോറി എന്ന് പറയുന്ന 2 വാക്കുകൾ, ഒരു സെന്റൻസ് ഇന്ന് വരെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഞാൻ സൂചിപ്പിച്ചത് ഈ കേരളത്തിൽ നോക്കൂ. ഇപ്പോൾ SIR എപ്പോഴാണ് വന്നിരിക്കുന്നത്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടിഫിക്കേഷൻ നൽകി. ഡിസംബർ 11 കേരളം മുഴുവൻ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് ത്രിതല പഞ്ചായത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം. അവരെല്ലാം ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായി കഴിഞ്ഞു. അതേ സന്ദർഭത്തിൽ പൊടുന്നനവേ ധൃതിപ്പെട്ട് SIR കേരളത്തിൽ നടപ്പിലാക്കുകയാണ്. എന്തുണ്ടാവാൻ വേണ്ടി പോകുന്നത്? കേരളത്തിൽ വലിയ തോതിലുള്ള വോട്ട് ലൂട്ടിംഗ് നടക്കാൻ വേണ്ടി പോവുകയാണ്.
അതുപോലെ തന്നെ വോട്ട് ചോറി നടക്കാൻ വേണ്ടി പോവുകയാണ്. കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വോട്ട് നഷ്ടപ്പെടാൻ വേണ്ടി പോവുകയാണ്. കാരണം അതാണ് ഈ തിരക്ക് പിടിച്ച് ഇതേ സന്ദർഭത്തിൽ ഇതേ സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള മാസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വളരെ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് ഡയറക്ഷൻ കൊടുക്കുകയാണ്. ഇത്ര ദിവസത്തിനുള്ളിൽ SIR കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ഒപ്പ് ശേഖരിച്ച് തിരിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെടുമ്പോൾ എന്തൊരു അപകടകരമായ. അപ്പം കേരളം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഈ കേരളം കൂടി BJP നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എത്തുമ്പോഴേക്കും ഏത് രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്യുക എന്ന് നമുക്ക് ഒരു നിശ്ചയവുമില്ല. കാരണം ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരാളെ കേരള സംസ്ഥാനത്തിൻ്റെ BJPയുടെ അധ്യക്ഷനാക്കി മാറ്റുമ്പോഴേ നമ്മൾ അറിയണം, കച്ചവടം നേരെ ചൊവ്വയല്ല. നടക്കാൻ വേണ്ടി പോകുന്നത് രാഷ്ട്രീയ ഗോതയിലെ തുറന്ന യുദ്ധമല്ല. ഒരു ഒളി എവിടെയോ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ആ ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന ഒരായുധം കേരളത്തിൻ്റെ ജനാധിപത്യത്തെയും ആക്രമിക്കാൻ ഏതു സന്ദർഭത്തിലും വരും. അതുതന്നെയാണ്. കാരണം നമ്മളിപ്പോൾ കണ്ടില്ലേ, കേരളത്തിൻ്റെ പൊതുവിഷയങ്ങളിൽ BJP ഇടപെടുന്നില്ല. BJPയുടെ പൊതുസമ്മേളനങ്ങൾ എവിടെയും നടക്കുന്നില്ല. BJP എവിടെയും മാർച്ചുകൾ നടക്കുന്നില്ല. ഒരു കാലഘട്ടത്തിൽ BJP അതിശക്തമായി 2019 കൊണ്ടു നടന്ന ശബരിമല വിഷയത്തിൽ പോലും പവി സൂചിപ്പിച്ചതുപോലെ BJPക്ക് അനങ്ങാപ്പാറ നയം. അതിൻ്റെ അർത്ഥം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അപകടകരമായിട്ടുള്ള CJP ബന്ധം മാത്രമല്ല, ഈ SIRുമായി ബന്ധപ്പെട്ടത് ഉൾപ്പെടെ കേരളത്തിൻ്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന് നമ്മൾ ബലമായി സംശയിക്കുകയല്ല, ആശങ്കപ്പെടണം. SIRനെതിരെ ഇന്ത്യ മുന്നണിയുടെ, അതായത് BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന ഇടത്തെല്ലാം വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുകയാണ്. പിണറായി വിജയൻ ഇന്ന് അതിനെക്കുറിച്ച് പറയുമെന്ന് തോന്നിച്ചുവെങ്കിലും അതിനെക്കുറിച്ച് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ എല്ലാ BLOമാരും വീടുകൾ കയറി ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. അത് നിർത്തിവെച്ചിട്ടുമില്ല. ഇത് ധൃതിപ്പെട്ട് നടത്തുകയുമാണ്. പിണറായി വിജയന് നരേന്ദ്രമോദിയുടെ ഈ പരിപാടിക്കെതിരെ പറയാനുള്ള മനസ്സ് ഇതുവരെ വന്നിട്ടുമില്ല. മനസ്സല്ല, ഈ വോട്ട് ചോറിയുടെ കാര്യത്തിൽ കേരളത്തിലെത്തുമ്പോൾ രണ്ടുപേരും വോട്ട് ചോറി നടത്തുന്നവരാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളാണ്. ഞാൻ മത്സരിച്ച നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഏകദേശം 53 മുതൽ 60 വരെ ബൂത്തുകളിൽ കള്ളവോട്ട് പച്ചക്ക് നടക്കുകയാണ്. മരിച്ചവരെല്ലാം അന്ന് ജന്മദിനം ആഘോഷിക്കാൻ പാഞ്ഞു വരുന്ന ദിവസമാണ്. പല ആളുകളും ഞെട്ടിത്തരിച്ചു പോവുകയാണ്. സ്വന്തം മരിച്ച ഭർത്താവ് വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നത് കണ്ട് ഭാര്യ കുഴഞ്ഞു വീഴുന്ന സംഭവം പോലും മലബാറിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ CPM എന്ന് പറയുന്നത് കാലങ്ങളായി വോട്ട് ചോരിയല്ല, വോട്ട് കൊലപാതകം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഇവരിൽ നിന്നാണ് അവർ പഠിച്ചത്. പക്ഷെ അവരുടെ പഠിത്തം വേറെ സ്റ്റൈലിലായി, ഇവരുടെ പഠിത്തം വേറെ സ്റ്റൈലിലായി. അപ്പോൾ കേരളത്തിൽ വോട്ട് ചോറി എന്ന് പറയുന്നത് BJPക്ക് എതിരെ മാത്രം നടത്തേണ്ട യുദ്ധമല്ല, അത് CPMനും BJPക്കും എതിരെ നടത്തേണ്ട യുദ്ധമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ സംബന്ധിച്ചിട്ട് വോട്ട് ചോറി എന്ന് കേൾക്കുമ്പോൾ ഉള്ളിൽ ഒരു സന്തോഷമായിരിക്കും എപ്പോഴും ഉണ്ടാവുക. ഇത് ഞമ്മൻ്റെ പണിയാണ്, ഈ പണിയാണ് ഇപ്പോൾ BJPയും കൂടി ചെയ്യുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് CPMന് ഇതിനകത്ത് ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയും നമ്മൾ കാണേണ്ടതില്ല. SIR കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന അപകടം, ഇതിൻ്റെ ഫൈനൽ വോട്ടർ ലിസ്റ്റ് പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കേരളത്തിലെ എത്ര ശതമാനം ആളുകളുടെ വോട്ട്. ഇപ്പോൾ ബീഹാറിൽ കണ്ടില്ലേ, 75 മുതൽ 90 ലക്ഷം ആളുകളുടെ വോട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 7 കോടിയാണ്. 10% വോട്ടിംഗ് ആണ് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അപകടകരമായിട്ടുള്ള ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന നീക്കങ്ങളായിട്ട് നമ്മൾ കാണണം. ഒറ്റ കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. ഈ ഒരു ഏകാഗിയായി രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം അത് അദ്ദേഹത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, ഇന്ത്യൻ ജനാധിപത്യത്തെ തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ആർക്കൊക്കെ പങ്കെടുക്കാൻ കഴിയും ആ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പങ്കെടുക്കണം. അതുകൊണ്ട് ബീഹാർ ആരെയും നിർവീര്യമാക്കാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പല്ല, ഒരു മഹത്തായ ജനാധിപത്യ പോരാട്ടത്തിന് ഊർജം നൽകിയ തെരഞ്ഞെടുപ്പായിട്ടാണ് എന്നെപ്പോലുള്ള ഒരു മാധ്യമപ്രവർത്തകൻ കാണുന്നത്.